ഇവർ വഹിദ്രയാൽ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡാണ്. മുത്തശ്ശി അഞ്ജനയെ വിളിക്കണേ, നിന്നോടൊരു രഹസ്യം പറയാനാ വിളിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ, അതായത് പെണ്ണുങ്ങൾ മാത്രം കേട്ടോ, അവരെല്ലാരും കൂടെ കാര്യമായിട്ട് എന്തോ വലിയ ഡിസ്കഷനിലാണ്. അത് കഴിഞ്ഞാല് മാധവനും സത്യദാസും കൂടെ വീട്ടിനകത്ത് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ശേഷം മാധവനകത്തേക്കും സത്യദാസ് ഒരു കാർ എടുത്ത് പുറത്തേക്കും പോകും. പിന്നാലെ അഞ്ജനയും അനുപമയും മറ്റൊരു കാറിലും പോവാട്ടോ. കുറച്ച് കഴിയുമ്പോ അജയ് അങ്ങോട്ട് വരും കേട്ടോ. യൂണിഫോമിലാണ്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അങ്ങനെ നിൽക്കുമ്പോണ്ടാവും സംഗീത ഒരു കവറുമായിട്ട് വരുന്നേ. മോനെ, ഇന്ന് വൈകുന്നേരം ഇവിടെ ഒരു പൂജയുണ്ട്. എന്തിനാ അമ്മ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ പൂജ? നിനക്ക് നല്ലതിന് വേണ്ടിയിട്ടാ. ആ പൂജയുടെ ചടങ്ങുകൾ എന്തൊക്കെയാ നിനക്കറിയോ? അജയ് അറിയില്ല. സന്ധ്യ സമയത്തെ നീ നമ്മുടെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ വന്ന് നിൽക്കണം. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. വല്യമ്മാവനോടോ അച്ഛനോടോ വന്ന് നിൽക്കാൻ പറ. സംഗീത പറയും, നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ, അപ്പൊ നീ തന്നെ അവിടെ വന്ന് നിൽക്കണം. അജയ് പറയും, എന്റെ ജീവിതത്തിൽ ഇപ്പൊ നല്ലതാണല്ലോ സംഭവിക്കുന്നത്, ഇതിനേക്കാളും നല്ലത് വന്നാൽ താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് അവരെ പിടിച്ചു നിർത്തിക്കോ. ആ സംഗീത പറയും, കളിക്കല്ലേ, അങ്ങനൊന്നും പറയരുത്, നീ തന്നെ വന്ന് നിൽക്കണം. പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങും. എനിക്കൊന്നും കൊല്ലത്ത് പോണം, ആ സമയത്ത് എത്താൻ പറ്റുമെന്ന് അറിയില്ല. സംഗീത പറയും, ഒരു മീറ്റിംഗും ഇല്ല, എന്ത് പറഞ്ഞാലും സന്ധ്യക്ക് നീ എത്തിയിരിക്കണം. പിന്നെ ചടങ്ങിനെ കുറിച്ച് പറഞ്ഞ് പൂർത്തിയാക്കില്ലല്ലോ. നീ ഗേറ്റിന് മുന്നിൽ വന്ന് നിൽക്കണം. നിന്റെ സഹോദരി താലവുമായിട്ട് നിന്നെ ഇങ്ങോട്ട് വരവേൽക്കും. പിന്നീടാണ് പൂജ. പിന്നെ പൂജയ്ക്ക് ഡ്രസ് കോഡൊക്കെ ഉണ്ട്. നിനക്കുള്ളത് അമ്മ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ദാ വാങ്ങിക്കേ എന്ന് പറഞ്ഞ് കയ്യിലേക്ക് വെച്ചു കൊടുക്കണേ. വൈകിട്ട് വരുമ്പോ ഇതിട്ടിട്ട് വരണേ. നീ വരില്ലേ? അമ്മയെ പറ്റിക്കോ നീ? ഞാൻ എന്റെ അമ്മയെ പറ്റിക്കോ? അമ്മ പറഞ്ഞ ഞാൻ വരാണ്ടിരിക്കോ? ഞാൻ കൃത്യസമയത്ത് വരും എന്ന് പറഞ്ഞിട്ട് അജയ് അവിടുന്ന് പോകും. അജയുടെ മുന്നിൽ ചിരിച്ചു നിന്നെങ്കിലും സംഗീതയ്ക്ക് ആകെ ടെൻഷനാ. പിന്നീട് കാണിക്കുന്നത് റോഡ് സൈഡിലെ വണ്ടി പഞ്ചറായി നിൽക്കുന്ന ഭൂമിയെയാണ്. സ്കൂട്ടിയെ ചീത്ത പറയണേ. കോഫി ഹൗസിൽ ലക്ഷ്മി ചേച്ചി മാത്രമേ ഉള്ളൂ, ഇനി ഞാൻ അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ എങ്ങനെയാ കാര്യങ്ങൾ? കാണിച്ചു തരാൻ തന്നെ ഞാൻ. ഒരു ഓട്ടോ കിട്ടിയാലേ ഞാൻ അത് കയറി പോവും, നീ ഇവിടെ കിടക്ക് എന്ന് പറഞ്ഞ് റോഡിലേക്ക് നോക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷയും വരുന്നില്ല കേട്ടോ. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാവും അജയ് വരുന്നത്. കടുവ വരുന്നുണ്ടല്ലോ. മൈൻഡ് ചെയ്യാണ്ട് നിൽക്കും അജയ്. ഭൂമിയുടെ മുന്നിൽ വന്ന് വണ്ടി നിർത്തുവേ. എന്തേ, സ്കൂട്ടർ സമരം പ്രഖ്യാപിച്ചോ? ഓഹോ, ടയർ പഞ്ചറായല്ലേ? ഭൂമി മൈൻഡ് ചെയ്യാണ്ട് നിൽക്കും. ഡോ, എന്തു പറ്റി? സ്റ്റേഷനിലെ സംഭവം. ഞാൻ വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യം അറിയില്ല അല്ലേ? ഭൂമി അറിയും അതങ്ങനെയൊന്നും മാറില്ല. എന്തൊക്കെയാന്ന് പറഞ്ഞത്? അജയ് പറയും, സോറി ഭൂമി, ഭൂമിയോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. ഏത് പോലീസുകാരനും ഒരബദ്ധം പറ്റുന്നല്ലേ പറയാറ്? ഈ പോലീസുകാരനും ഒരബദ്ധം പറ്റിയതാ, എന്നോട് ക്ഷമിക്കടോ. ഭൂമി ചിരിക്കൂട്ടോ. സമാധാനം. വന്നപ്പോ പഞ്ചറായ ടയർ പോലെ ആയിരുന്നു മുഖം, ഇപ്പൊ അത് റെഡിയായി. അപ്പൊ ഭൂമി അറിയും, ദേ ആരോടും ഇങ്ങനെ ചൂടാവരുത് കേട്ടോ. അജയ് പറയും, എല്ലാരോടും ഉണ്ടാവില്ല, ചിലർക്ക് അതിനുള്ള ഭാഗ്യം കിട്ടാറുള്ളൂ. ഭൂമി പറയും, അതിലൊരു ഭാഗ്യം അത് ഞാനായിരുന്നല്ലേ, എന്നാലേ എനിക്ക് ആ ഭാഗ്യം വേണ്ട. അജയ്ക്കും അല്ല, ഇതിന് വഴിയിലിട്ട് പോവാനാണോ പ്ലാൻ? തൽക്കാലം എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അജയ്ക്കും കോഫി ഹൗസിലേക്കാണോ? ഭൂമി അറിയും, അതെ. എങ്കിൽ കയറിക്കോ, ഞാൻ സ്റ്റേഷനിലേക്കാ. ഭൂമി അറിയും, അയ്യോ ഞാൻ വരുന്നില്ലേ, ഞാനൊരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം. ഓട്ടോ കിട്ടാനൊക്കെ വൈകും, ഇവിടെ നല്ല വെയിലാ, എടോ ടാൻ അടിക്കും. കയറിക്കോ. അപ്പൊ ഭൂമി പറയും, നല്ലവനായിട്ട് അഭിനയിക്കല്ലേ? അജയ് പറയും, അഭിനയല്ല, ഞാൻ നല്ലവൻ തന്നെയാ, ചുമ്മാ ചിരിപ്പിക്കല്ലേ. അജയ് പറയും, ടൈമായി, വണ്ടി കയറി, എനിക്ക് പോണം. കയറി ഭൂമി. ഭൂമി പറയും, കയറാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അജയ്ക്കും, എന്ത് കണ്ടീഷൻ? വേഗത കുറച്ചു പോണം, ഈ കള്ളന്റെ പിറകെ ഓടുന്ന പോലെ പോവരുത്. ഓക്കെ, സ്പീഡ് കുറച്ച് പോവാം, താൻ കയറിക്കോ. അങ്ങനെ സ്കൂട്ടിക്ക് ടാറ്റ കൊടുത്ത് ഭൂമി അജയുടെ ബാക്കിൽ കയറും. അങ്ങനെ അജയും ഭൂമിയും കൂടിയാണ് അവിടുന്ന് യാത്ര തുടങ്ങുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷന്റെ അവിടെ എത്തുമ്പോൾ കോഫി ഹൗസിന്റെ അടുത്ത് പോവാതെ അജയ് നേരെ സ്റ്റേഷന്റെ മുന്നിലേക്ക് പോവാട്ടോ. സാർ നിർത്ത്, എന്റെ കോഫി ഹൗസ് അവിടെ അല്ലേ? ഞാനത് മറന്നു. ഭൂമി വണ്ടിയിൽ നിന്ന് ഇറങ്ങിട്ട് വയ്ക്കും, സാർ ഇത് ഏത് ലോകത്താ? പുറകിൽ സുന്ദരിയായ പെൺകുട്ടി ഇരിക്കുന്നു എന്നുള്ള ബോധം പോലും ഇല്ല. അജയ് പറയും, സുന്ദരിയായ പെൺകുട്ടിയോ? താനോ? കണ്ണിന് കാഴ്ച ഇല്ലാത്തവരോട് പറഞ്ഞാൽ പോലും അവർ വിശ്വസിക്കില്ല. ഞാൻ സുന്ദരിയാണ്. അജയ് പറയും, അത് താൻ മാത്രമേ പറയൂ. ഇതൊക്കെ കണ്ടേ ലക്ഷ്മി ചേച്ചി ചിരിക്കാട്ടോ. അങ്ങനെ അജയ് പറയും, ദേ എന്റെ ബൈക്കിൽ കയറാനായിട്ടേന്ന് സ്കൂട്ടി കേടാക്കരുത് കേട്ടോ. ഇങ്ങനെ ചുറ്റി പിടിച്ചിരുന്ന് യാത്ര ചെയ്താലേ നാട്ടുകാർ വേറെ കഥ ഉണ്ടാക്കും. പിന്നെ നാട്ടുകാരുടെ ജോലിക്കഥ ഉണ്ടാക്കലല്ലേ. സാർ സ്റ്റേഷനകത്തേക്ക് പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ പോലീസുകാരെ CI കാണാനില്ലെന്ന് പറഞ്ഞ് അന്വേഷിച്ചിറങ്ങും. അജയ് പറയും, ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയില്ലേ, അതിന്റെ ഫെയർ വേണം. ഭൂമിക്കും എത്രയാ വേണ്ടത് എന്ന് വെച്ച് ബാഗ് തുറക്കുമ്പോ തന്നെ അജയ് പറയും, ക്യാഷ് വേണ്ട, കോഫി മതി. സാറ് ചെല്ലേ, ഒരു 5 മിനിറ്റ്, ഞാൻ ലക്ഷ്മി ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു വിടാം. അത് വേണ്ട, താൻ കൊണ്ടുവന്നാ മതി, അപ്പൊ കോഫിക്ക് കുറച്ച് ടേസ്റ്റ് കൂടും. ചെല്ല്. അജയ് ഭൂമി നോക്കി ചിരിച്ചു പോകൊണ്ട് അങ്ങോട്ട് പോകും. ഭൂമി ഇങ്ങനെ അന്തം വിട്ട് നോക്കാട്ടോ. ഇതൊക്കെ കാണുന്ന ലക്ഷ്മി ചേച്ചി വിചാരിക്കും, എന്തു പറ്റി, ഇന്ന് ഉടക്കൊന്നുമില്ലല്ലോ. എന്തായാലും രണ്ടുപേരെയും കാണാൻ നല്ല ചേർച്ചയാ. ലക്ഷ്മി ചേച്ചി, ഒരു കോഫി എടുക്കൂ CI സാറിനാ എന്ന് പറഞ്ഞ ഭൂമി അങ്ങോട്ട് ചെല്ലാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അജയ് പോലീസ് സ്റ്റേഷനിൽ എന്തോ ഫയലുകളൊക്കെ നോക്കാട്ടോ. സ്റ്റേഷനിൽ എല്ലാ പോലീസുകാരും ഉണ്ട്. അപ്പോഴാണ് ഭൂമി കോഫി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അങ്ങനെ അജയ് അത് വാങ്ങിച്ച് ഇങ്ങനെ നോക്കിയിട്ട് കുടിക്കും. എന്നിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഭൂമി കുറ്റം പറയാനുള്ള തയ്യാറെടുപ്പിലാണ്. കോഫിക്ക് കടുപ്പം കുറവാണല്ലേ?
അജയ് പറയും അല്പം കുറവാണ്, പക്ഷെ മധുരം കുറവാ. ഭൂമി പറയും അതെ, ഇത് ഞാനിട്ട കോഫിയല്ല, ലക്ഷ്മി ചിട്ടതാ. അപ്പ അജയ് പറയും എനിക്കത് തോന്നിയതാ. ഒന്നുകൂടെ കുടിച്ചിട്ട് പറയും മധുരം കറക്റ്റാ. ഭൂമി പറയും ഞാൻ വരുമ്പോഴേ ശ്രദ്ധിച്ചു, സാറിന് നല്ല മൂഡിലാണല്ലോ, എന്തു പറ്റി? അജയ് പറയും ചിലതൊക്കെ പറ്റാൻ പോവാ, അതിന്റെയാ. ഭൂമി പറയും മനസ്സിലായില്ല. അജയ് പറയും പിന്നീട് മനസ്സിലായിക്കോളും. അല്ല കോഫി ഹൗസ് എങ്ങനെ പോകുന്നു? പോലീസുകാരുടെ പറ്റൊക്കെ എഴുതി വെക്കാറുണ്ടോ? ഭൂമി പറയും പറ്റൊക്കെ എഴുതാറുണ്ട്, എല്ലാരും കൃത്യമായി തരാറുമുണ്ട്, ഒരാളൊഴികെ. ആരായി ഒരാൾ? ഭൂമി പറയും CI സാർ. അത് കേൾക്കുമ്പോ അവിടെയുള്ള എല്ലാ പോലീസുകാരും കൂടെ ചിരിക്കും. അത് അജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അജയ് എല്ലാരും ദേഷ്യത്തിൽ നോക്കും. ഭൂമിയുടെ ആ ചിരി നിന്നു പോവും. പെട്ടെന്ന് അജയ് പൊട്ടിച്ചിരിക്കും. ഈ സമയം അവിടെയുള്ള പോലീസുകാർ പറയും എന്ത് പറ്റി ഇന്ന് രണ്ടുപേർക്കും? കടുപിടിയൊന്നും ഇല്ലല്ലോ, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്താണ് രണ്ടാളും. അതൊക്കെ ഇവിടെ. ഭൂമി അമ്മയെ പോയി കണ്ടിരുന്നോ? അന്ന് പോയി കണ്ടതേ ഉള്ളൂ, എന്നും പോയി കാണാൻ പറ്റില്ലല്ലോ സർ. അമ്മയെ പുറത്തിറക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷയുണ്ട്, ആ പ്രതീക്ഷയിലാണ് ഞാൻ കഴിയുന്നത്. അജയ് പറയും അതാ നല്ലത്. ഇപ്പൊ കോഫി ഹൗസ് മുന്നോട്ട് പോകണ്ടല്ലോ, താൻ നിരാശപ്പെടണ്ട. നിയമം പതുക്കെ ആയിരിക്കും, സത്യം കൂടെ ഉണ്ടെങ്കിൽ ഒരു നാൾ നീതി കിട്ടും. ഭൂമി അറിയും ആ ചിന്തയെ എന്നെ പിടിച്ചു നിർത്തുന്നത്. ഞാൻ പോട്ടെ സാർ എന്ന് പറഞ്ഞ് ഭൂമി അവിടുന്ന് ഇറങ്ങുമ്പോ അതെ എന്ന് പറഞ്ഞ് അജയ് പിന്നാലെ വരും. ഇന്ന് എന്റെ വീട്ടിലെ ഒരു പൂജയുണ്ട്, ഭൂമിയുടെ പായസത്തിന് ഓർഡർ ചെയ്തിരുന്നോ? ഭൂമി പറയും ഇല്ല. അപ്പൊ അജയ് പറയും വൈകിട്ടാണ് പൂജ, എനിക്കൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് എത്തും, കൃത്യസമയത്ത് എത്തണം അമ്മയുടെ ഓർഡർ. എന്താ താൻ വരുന്നോ? വരുന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടാൻ വരാം. ഭൂമി പറയും അയ്യോ ഇല്ല സാർ, ഞാൻ ഇന്ന് എന്തായാലും ഇല്ല എന്ന് പറഞ്ഞ ഭൂമി അവിടുന്ന് പോകും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അജയ് അമ്മ കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സൗഭാഗ്യപുരത്ത് എത്തിയിരിക്കാട്ടോ. അനുപമ അവിടെ ആരതി ഒഴിയാനായിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോ തന്നെ ആരതി ഒഴിഞ്ഞ് അച്ഛനും അമ്മയും അനിയത്തിയും കൂടെ അജയെ അകത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഡോർ തുറക്കുമ്പോ അവിടെ പൂജാരി പൂജ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഡെക്കറേഷനൊക്കെ കണ്ട് അജയ് ഒന്ന് ഷോക്കാവുന്നുണ്ട്. അജയ്ക്കും ഇതെന്താ ഇവിടെ ഡെക്കറേഷനൊക്കെ, പൂജയല്ലേ നടക്കുന്നത്? മാധവൻ പറയും അതെ, ഈ പൂജയ്ക്ക് ഇങ്ങനെയൊക്കെ വേണം. അപ്പൊ ഉണ്ടാവും മുത്തശ്ശി ഒരുങ്ങി വരുന്നേ. അജയ്ക്ക് സന്തോഷാവേ. കേറി വാ മോനെ എന്ന് പറയുമ്പോ അജയ് സന്തോഷത്തിൽ അകത്തേക്ക് കയറിയാണ്. മോനിങ്ങോട്ട് വന്നേ, എവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ ആ സോഫയിൽ ഇരുത്തും. അങ്ങനെ തിരുമേനി ഇരിക്കും. പെൺകുട്ടിയുടെ വിളിക്കൂ. മുത്തശ്ശി അഞ്ജനനെ വിളിക്കും. ഇറങ്ങി വാ, ദാ വരുന്നു മുത്തശ്ശി എന്ന് പറഞ്ഞ അഞ്ജന വരും കേട്ടോ. ഇപ്പൊ തന്നെ അജയ്ക്ക് ചെറിയൊരു ഡൗട്ട് കുടുങ്ങിയിട്ടുണ്ട്. ആ മോളെ വാ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി വിളിക്കുമ്പോ അജയ് ഞെട്ടു കേട്ടോ. അജയ് നീ അങ്ങോട്ട് നീങ്ങിയിരിക്കി. അജയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അജയ് അങ്ങോട്ട് നീങ്ങിയിരിക്കുമ്പോ അഞ്ജന അജയുടെ അടുത്ത് വന്നിരിക്കും. അജയ് വിചാരിക്കും എനിക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടുള്ള പൂജയാണെന്നല്ലേ പറഞ്ഞ, എന്തിനാ ഇവിടെ ഇവളെ ഇരുത്തുന്നത്? തിരുമേനി പറയും മുഹൂർത്തമായി, ഇനി മോതിരം കൈമാറിക്കോളൂ. അജയ് ഇപ്പൊ ശരിക്കും ഞെട്ടും. മാധവ മോതിരം വാങ്ങിച്ചു കൊടുക്കേ എന്ന് മുത്തശ്ശി പറയും. ഇതാ മോനെ എന്ന് പറഞ്ഞ മോതിരം എടുത്ത് കൊടുക്കാട്ടോ. അജയ് വിചാരിക്കും അപ്പൊ പൂജയല്ലേ ഇവിടെ നടക്കുന്നത്, എന്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷനാ. അജയ് അവിടുന്ന് എണീക്കുമ്പോ സത്യദാസ് പറയും അജയ് എണീക്കരുത്, പൂജയ്ക്കിടയിൽ എണീക്കാൻ പാടില്ല, ഇരിക്കും മക്കളെ. അങ്ങനെ എല്ലാരും നിർബന്ധിക്കുമ്പോ വേറെ വഴിയില്ലാതെ അജയ് അവിടെ ഇരിക്കും. ഭവാനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, അഞ്ജനയ്ക്കും. അങ്ങനെ മാധവൻ വീണ്ടും ആ മോതിരം എടുത്തു കൊടുക്കാം. എല്ലാവരും ചേർന്ന് എന്നെ ചതിക്കാണ്. മുത്തശ്ശി പറയും എന്റെ കുഞ്ഞെ ആ മോതിരം വാങ്ങിക്കേ. വേറെ വഴിയില്ലാതെ അജയ് ഇത് വാങ്ങിക്കും. അഞ്ജനയ്ക്ക് കൊടുക്കുമ്പോൾ അഞ്ജന സന്തോഷത്തിൽ വാങ്ങിക്കും. ഇനി പരസ്പരം മോതിരം അണിയിച്ചോളൂ. ആദ്യം അജയ് അഞ്ജനയുടെ വിരലിൽ അണിയിക്കും. എല്ലാരും ടെൻഷനിലാട്ടോ. അജയ് മനസ്സിൽ വിചാരിക്കും ഇപ്പൊ ഞാനിത് അണിയിക്കാതെ ഇറങ്ങിപ്പോയാൽ ഇവിടെ ഒരു വിഷയം ഉണ്ടാവും, മുത്തശ്ശിക്ക് വിഷമാവും, എല്ലാവരുടെയും സന്തോഷം കെടും, ചിലപ്പോ ഈ കുടുംബമായിട്ടുള്ള ബന്ധം തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. മുത്തശ്ശി പറയും എന്താ മോനെ ആലോചിക്കുന്നത്? ആ മോതിരം വാങ്ങിച്ച് അവളുടെ കയ്യിലേക്ക് ഇടൂ. അജയ് നാനയുടെ വിരലില് മോതിരം അണിയിച്ചത് ആലോചിക്കും. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ അജയ് ഇങ്ങനെ മോതിരവും പിടിച്ച് നിൽക്കുന്നിടത്താട്ടോ ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക്